ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ 12 മണിക്കൂറുകൾക്കിടയിൽ വൻ മാറ്റങ്ങളാണല്ലോ എമ്പുരാന്റെ ഓരോ കാര്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ മാർച്ച് 27 തിയേറ്ററുകളിലേക്ക് എത്തും. സിനിമയുടെ ഈ കാണുന്ന ഏറ്റവും പുതിയ പോസ്റ്റർ പൃഥ്വിരാജ് പുറത്തുവിട്ടതോടുകൂടി സിനിമയുടെ ഓരോ പ്രശ്നങ്ങളെല്ലാം തന്നെ സോൾവ് ആയിരിക്കുന്നുവെന്ന് ഏറെക്കുറെ ഉറപ്പായതാണ്. ഇപ്പോഴത്തെ അതിൻ്റെ ഏറ്റവും പുതിയ ക്ലാരിറ്റിയുള്ള അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ എമ്പുരാൻ എന്ന സിനിമയുടെ സഹനിർമ്മാതാവായിട്ട് ഇപ്പോഴത്തെ എത്തിയിരിക്കുന്നത് ഗോകുല മൂവീസ് ആണ് എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മൊത്തമുള്ള ചില പ്രശ്നങ്ങൾ കാരണം എമ്പുരാൻ മറ്റ് പല നിർമ്മാതാക്കളെ ഇതിനോടകം തന്നെ തേടുന്നുവെന്ന റൂമേഴ്സ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് നമ്മുടെ ചാനലിലൂടെ നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ ആ റിപ്പോർട്ട്സ് ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഗോകുല മൂവീസിന്റെ സിനിമയിലേക്കുള്ള എൻട്രി എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ആശീർവാദിനെ രക്ഷിക്കാനായിട്ട് മലയാളത്തിൽ നിന്ന് ഗോകുല മൂവീസ് പ്രൊഡക്ഷൻ ഹൗസ് മാത്രമല്ല കോൺഫിഡന്റ് ഗ്രൂപ്പും ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഈ രണ്ട് പ്രൊഡക്ഷൻ ഹൗസിൽ നിലവിൽ ഇൻഡസ്ട്രിയിൽ നല്ല പേരുള്ള പ്രൊഡക്ഷൻ ഹൗസ് ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഗോകുല മൂവീസിലേക്ക് ആശീർവാദ് സിനിമാസ് പോയത്. ഇനി ലൈക്കയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് ഘട്ടത്തിലും ഈ വർഷം ടീസർ ലോഞ്ച് വരെയും. എന്നാൽ ലൈക്കയുടെ ഏറ്റവും പുതിയ സിനിമ തിയേറ്ററുകളിൽ തകർന്നടിഞ്ഞതോടെ അവർ കനത്ത നഷ്ടത്തിലേക്ക് പോയതോടെ എമ്പുരാൻ ലൈക്കയുടെ തുറപ്പുചീട്ടാക്കി മാറ്റുകയും അതോടൊപ്പം തന്നെ എമ്പുരാന് മുകളിൽ ആശീർവാദിനേക്കാൾ കൂടുതൽ ആധിപത്യം നേടിയെടുക്കുന്ന ഒരു കാഴ്ചയെല്ലാം തന്നെ കണ്ടതോടെയാണ് ആശീർവാദ് സിനിമാസ് ലൈക്ക ബന്ധം വഷളായത്. ഇതിനിടയിൽ സിനിമയുടെ റിലീസിനെ വരെ ഒരുപക്ഷെ ബാധിക്കാൻ സാധ്യതയുണ്ടായിരുന്നു ഈ ബന്ധം വഷളാകൽ എങ്കിൽ പോലും ഈ അവസാന സമയത്ത് ഗോകുല മൂവീസിന്റെ എൻട്രിയാണ് സിനിമയെ വലിയൊരു നഷ്ടത്തിൽ നിന്നും കരകയറ്റിയത്. എന്തായാലും ഗോകുല മൂവീസിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന് വൈകിട്ടോടെ ഒരു പോസ്റ്റർ അടിച്ചുണ്ടാകുമെന്നാണ് അവസാനമായിട്ട് നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. ലൈക്ക പ്രൊഡക്ഷൻസ് സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്തതെല്ലാം തന്നെ ഗോകുല മൂവീസ് കൊടുത്തു തീർത്തു. അതല്ലെങ്കിൽ എങ്ങനെയാണ് സിനിമയുടെ ഷെയർ ടൈംസ് എന്നൊക്കെ കാര്യത്തിൽ ഇനി വ്യക്തത വന്നിട്ടില്ല. ന്യൂസ് 18 പോലുള്ള ചാനലുകൾ ലൈക്കയെ പൂർണ്ണമായിട്ടും സിനിമയിൽ നിന്നും മാറ്റി അതോടൊപ്പം തന്നെ സിനിമയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ലൈക്കയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനുള്ള സാധ്യത കുറവാണ്. കഴിഞ്ഞ 1.5 വർഷത്തോളമായിട്ട് എമ്പുരാനോടൊപ്പം ഉണ്ടായിരുന്ന പ്രൊഡക്ഷൻ ഹൗസിനെ ഈ അവസാന നിമിഷം റിലീസിന് മുന്നോടിയായിട്ട് മാറ്റുകയാണെങ്കിൽ നിലവിൽ മോശം ഇമേജ് കൂടിയുള്ള ലൈക്ക പ്രൊഡക്ഷൻസിനെ ഇനി അത് കാര്യമായിട്ട് ബാധിക്കും. ഒരുപക്ഷെ അവരെ ഫീൽഡ് ഔട്ടിന്റെ വക്കിൽ വരെ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ലൈക്കയുടെ ക്രെഡിറ്റ്സ് എല്ലാം തന്നെ എമ്പുരാനിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരുടെ ലോഗോ എല്ലാം തന്നെ എമ്പുരാൻ പോസ്റ്ററുകളിലും വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അതിൻ്റെ എല്ലാം തന്നെ ഒരു ക്ലാരിറ്റി അപ്ഡേറ്റ് വൈകാതെ തന്നെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. കാത്തിരിക്കും അടുത്ത ഒഫീഷ്യൽ എമ്പുരാൻ വാർത്തകൾക്ക്.